കഴിഞ്ഞ വീഡിയോയിലെല്ലാം തന്നെ നമ്മൾ മൗണ്ട് അബുവിനെ പറ്റിയാണ് പറഞ്ഞത്. ഈ മൗണ്ട് അബുവിലേക്ക് അബു റോഡ് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് യാത്ര ചെയ്യേണ്ടത്. അപ്പോൾ അബു റോഡിലെ വിശേഷങ്ങളാണ് ഇന്ന്. രാജസ്ഥാനിലെ സിറോഗി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പട്ടണമാണ് അബു റോഡ്. മൗണ്ട് അബുവിൻ്റെ അടിവാരത്ത് സ്ഥിതി ചെയ്യുന്നു ഈ അബു റോഡ്. രാജസ്ഥാനിലെ ഏക മലകളുള്ള നഗരമായ മൗണ്ട് അബുവിലേക്ക് ഒരു പ്രവേശന കവാടവുമായാണ് ഈ അബു റോഡ് പ്രവർത്തിക്കുന്നത്. ആരവല്ലി മലനിരകളുടെ സമീപത്താണ് ഈ അബു റോഡ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്ന് 25 കിലോമീറ്റർ മാത്രം സഞ്ചരിച്ചാൽ നമുക്ക് ഗുജറാത്ത് അതിർത്തിയിലേക്ക് എത്താം. അപ്പോൾ നമ്മൾ ഈ സഞ്ചരിക്കുന്ന ദേശീയപാത 27 ഇത് ഇവിടെ നിന്ന് അഹമ്മദാബാദിലേക്കെല്ലാം പോകുന്ന വലിയൊരു ദേശീയപാതയാണ്. ഈ അബു റോഡ് എന്ന ഒരു പ്രധാന റെയിൽവേ സ്റ്റേഷനുമുണ്ട്. ഒട്ടുമുക്ക കേരളത്തിലെ നിന്ന് രാജസ്ഥാനിലേക്കൊക്കെ വരുന്ന ട്രെയിനുകളെല്ലാം നിർത്തുന്ന വലിയ സ്റ്റേഷനാണ്. ഇവിടെ ചെറുകിട വ്യവസായവും അതുപോലെ തന്നെ കൃഷിയും മറ്റും ചെയ്യുന്ന ഒരു പ്രദേശം കൂടിയാണ് ഇത്. നമ്മുടെ അവിടെയൊക്കെയുള്ള തൃശ്ശൂരൊക്കെയുള്ള പോലെയുള്ള ഈ നമ്മുടെ 544 പോലെയുള്ള ഒരു ചെറിയൊരു തുരങ്കമാണ്, ഇരട്ടക്കുഴൽ തുരങ്കമാണ്. ഈ മലനിരകൾ, സിരോഹല്ലി മലനിരകളെ തുരന്നുകൊണ്ട് ചെറിയ ഒരു 600-700 മീറ്റർ നീളമുള്ള ഒരു ചെറിയ തുരങ്കം, അതിലൂടെയാണ് ഞങ്ങൾ അപ്പുറത്തേക്ക് പ്രവേശിച്ചത്. ഇവിടെ ആത്മീയാചാര്യനായ ബ്രഹ്മകുമാരീസ് വേൾഡ് സ്പിരിച്വൽ യൂണിവേഴ്സിറ്റിയുടെ ഒരു പ്രധാന ഓഫീസും മൗണ്ട് അബുവിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ചെറിയ ആരാധനാലയം ഈ മൗണ്ട് റോഡിലും പ്രവർത്തിക്കുന്നു. നമ്മുടെ കേരളത്തിലെ അമൃതാനന്ദമയി മഠം പോലെയൊക്കെ തന്നെ ധാരാളം ആൾക്കാർ ഇവിടെ എത്തുന്ന ഒരു ആത്മീയ സംഘടനയാണ്. ഇതിൻ്റെ ആസ്ഥാനം മൗണ്ട് അബുവിലാണെങ്കിലും മധുബൻ എന്നാണ് ഈ ആസ്ഥാനത്തിനെ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ ആഗോള ആത്മീയ പ്രസ്ഥാനം 130-ലധികം രാജ്യങ്ങളിലായി പ്രവർത്തിക്കുന്നു. ഇവിടെ അടുത്ത് തന്നെ ആണ് നമ്മുടെ ശ്യാമള ചേച്ചിയുടെ വീട്. ഈ ആരവല്ലി മലനിരകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാജസ്ഥാനിലെ മലനിരകളുള്ള ഏക പ്രദേശം കൂടിയാണ് ഈ മൗണ്ട് അബുവും അതുപോലെ ഈ മൗണ്ട് റോഡും. ഞാൻ അങ്ങനെ NH27 സർവീസ് റൂട്ടിലേക്ക് കടന്നു. ഈ സർവീസ് റൂട്ടിൽ NH27 ഈ സർവീസ് റോഡിൻ്റെ സൈഡിലാണ് എൻ്റെ സുഹൃത്ത് ശ്യാമള ചേച്ചിയുടെ വീട്. ഈ സർവീസ് റോഡിൽ തന്നെയുള്ള ഒരു ESI ഹോസ്പിറ്റലുണ്ട്. ചെറിയൊരു ഹോസ്പിറ്റലാണ് എന്നാണ് പറഞ്ഞത്. ആ ഹോസ്പിറ്റലിനോട് ചേർന്നാണ് അവരുടെ വീട് എന്നും ആണ് എനിക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ശ്യാമള ചേച്ചി ഒത്തിരി കൊല്ലങ്ങൾക്ക് മുമ്പ്, 10-30 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇവിടെ രാജസ്ഥാനിലെ ഈ അബു റോഡിലെ ഈ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യാൻ വന്നതാണ്. അവിടെ തന്നെയുള്ള രാജസ്ഥാനി ഒരു രവികാന്ത് എന്ന് പറഞ്ഞ ഒരാളെയാണ് വിവാഹം കഴിച്ച് ഇവിടെ തന്നെ കൂടിയിരിക്കുന്നത്. 2 പെൺമക്കളും ഒരു മകനുമുണ്ട് ആൾക്ക്. ഇതാണ് ആ പറഞ്ഞ ESI ഹോസ്പിറ്റൽ. അപ്പോൾ ഇതായിരുന്നു എനിക്ക് ആ ഡെസ്റ്റിനേഷൻ പറഞ്ഞു തന്നത്. അതിന് തൊട്ടടുത്താണ് അദ്ദേഹത്തിൻ്റെ വീട്. ഇതാണ് വീട്. ഈ അഹമ്മദാബാദിലേക്കൊക്കെ പോകുന്ന NH27 സൈഡിലുള്ള സർവീസ് റോഡിനോട് ചേർന്നാണ് വീട്. ഇതാണ് ശ്യാമള ചേച്ചി. നല്ലൊരു പൂന്തോട്ടമൊക്കെ ആൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് ഓരോ കൊല്ലവും ഇവിടെ നാട്ടിൽ വരുമ്പോൾ ഇവിടെ നിന്ന് കൊണ്ടുവരുന്ന ചെടികളും അതുപോലെ വീടിൻ്റെ പുറകിൽ മാവ്, അതേപോലെ പ്ലാവ് എല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പശുവൊക്കെ വളർത്തുന്നുണ്ട്. അങ്ങനെ ഒരു കേരള സ്റ്റൈലിലാണ് ഇവർ താമസിക്കുന്നത്. ഇതാണ് അവരുടെ വീട്. ഇതാണ് അവരുടെ ഫാമിലി. ശ്യാമള ചേച്ചി, രാഹുൽ, അതുപോലെ രവികാന്ത് ചേട്ടൻ. അപ്പോൾ വീട്ടിലേക്ക് എന്നെ ഹൃദ്യമായി വരവേറ്റിരിക്കുകയാണ്. അവരെനിക്ക് വിഭവ സമൃദ്ധമായ രാജസ്ഥാനി ഡിഷെല്ലാം കരുതിയിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഇവിടുത്തെ ഒരു ലോക്കൽ ഡിഷ് വേണമെന്ന്. അപ്പോൾ രാജസ്ഥാനിലെ ഏറ്റവും പരമ്പരാഗതമായ ഏറ്റവും പ്രശസ്തവുമായ ഒരു വിഭവമാണ് ദാൽ ബാട്ടിയ.
അതിൻ്റെ ഫുൾ പേര് ദാൽ ബാത്തിയ ചൂർമ എന്നാണ്. ഈ ദാലും അതുപോലെ 2-3 സൈസിലുള്ള ദാലുണ്ട്. ചണത്തിൻ്റെ ദാല്, നമ്മുടെ ചെറുപയർ ദാല്, അങ്ങനെ അതൊക്കെ കൂടി തയ്യാറാക്കുന്ന ഇതാണ് ദാൽ കറി. അത് ഇതിൽ നെയ്യും വെളുത്തുള്ളിയും ജീരകമൊക്കെ ഇട്ട് പൊടിച്ചാണ് ഇത് തയ്യാറാക്കുന്നത്. സ്വാദിഷ്ടമാണ്. ഇതാണ് ബൈഗൻ ഭർത്ത എന്ന് പറഞ്ഞത്. അതായത് നമ്മുടെ വഴുതനങ്ങ അവർ ചുട്ടെടുത്ത് അത് അരച്ച് ഉള്ളിയും വെളുത്തുള്ളിയും കടുകെണ്ണയിലൊക്കെ ചേർത്ത് അരച്ചെടുക്കുന്ന ഒരു സ്വാദിഷ്ടമായ വിഭവമാണിത്. അതുപോലെ തന്നെ ആ മഞ്ഞ ഉണ്ട, ഇതാണ് ശ്യാമള ചേച്ചി. ഇതിൻ്റെ ഗുണങ്ങളെല്ലാം പറഞ്ഞു തരാണ് ചേച്ചി. എല്ലാ കൊല്ലവും നാട്ടിൽ വരുന്ന ഞങ്ങളുടെ അയലക്കത്തുള്ള ചേച്ചിയാണ് ഇത്, രവികാന്ത് ചേട്ടൻ. അതേപോലെ ഈ ബാത്തി എന്ന് പറഞ്ഞത് ഈ ഗോതമ്പ് നെയ്യൊക്കെ ചേർത്ത് ഒരു തന്തൂരി അടുപ്പിൽ ചുട്ടെടുക്കുന്നതാണ്. ഇത് നടുപൊളിച്ച് അതിൻ്റെ ഉള്ളിൽ നെയ്യൊക്കെ ഇട്ട് പൊടിച്ച് ചേർത്ത് കഴിക്കും. സ്വാദിഷ്ടമാണ്. ഇത് തന്നെ ശർക്കരയും ചേർത്ത് കഴിക്കുന്നവരുണ്ട്, മധുരം ആവശ്യമുള്ളവർ. അങ്ങനെ വിഭവമായ ഭക്ഷണവും കഴിച്ച് ഇന്ന് ഇവിടെ കൂടുകയാണ്.